സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത്. ഇന്ന് 141 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്നലെ അത് 138 കഴിഞ്ഞ ഒരു 5 ദിവസത്തെ കണക്കെടുത്താൽ വെള്ളി 118, ശനി 127, ഞായർ 133 ഈ തരത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എല്ലാ ദിവസവും 100-ൽ കൂടുതലാണ്. ഇന്നൊരു മരണവുമുണ്ടായി. കൊല്ലം മയ്യനാട് സ്വദേശി വസന്തകുമാറാണ് മരിച്ചത്. അദ്ദേഹം ഡൽഹിയിൽ നിന്നും എത്തിയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ സ്ഥിതി രൂക്ഷമാവുന്നു എന്നത് നാം കാണേണ്ടതുണ്ട്. ഇതോടൊപ്പം രോഗലക്ഷണങ്ങളില്ലാതെ രോഗബാധിതരാകുന്ന ചില കേസുകളുണ്ട്. ഉറവിടം കണ്ടെത്താനാവാത്ത ചില കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 60 പേരാണ് രോഗമുക്തി നേടിയത്. ഇന്നത്തെ രോഗം ബാധിച്ചവരിൽ 79 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 52 പേർ. സമ്പർക്കം 9 പേര്. ഹെൽത്ത് വർക്കർ 1. ഡൽഹി 16, തമിഴ്നാട് 14, മഹാരാഷ്ട്ര 9, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, കർണാടക, ഹരിയാന, ആന്ധ്രാപ്രദേശ് 2 വീതം. മധ്യപ്രദേശ്, മേഘാലയ, ഹിമാചൽ പ്രദേശ് 1 വീതം. ഇത്തരത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ കണക്ക്. ജില്ലകളുടെ സ്ഥിതിയെടുത്താൽ പത്തനംതിട്ട, പാലക്കാട് 27 വീതം ആളുകളുണ്ട്. ആലപ്പുഴ 19, തൃശ്ശൂർ 14, എറണാകുളം 13, മലപ്പുറം 11, കോട്ടയം 8, കോഴിക്കോട്, കണ്ണൂർ 6 വീതം, തിരുവനന്തപുരം, കൊല്ലം 4 വീതം, വയനാട് 2. ഇതാണ് പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ളത് മലപ്പുറം 15, കോട്ടയം 12, തൃശ്ശൂർ 10, എറണാകുളം 6, പത്തനംതിട്ട 6, കൊല്ലം 4, തിരുവനന്തപുരം 3, വയനാട് 3, കണ്ണൂർ 1. 4473 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. ഇതുവരെ 3451 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ചികിത്സയിലുള്ളത് 1620 പേരാണ്. 1,50,196 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 2206 പേരാണ് ആശുപത്രികളിൽ. ഇന്ന് 275 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഇതുവരെ 1,44,649 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 3,661 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 39,518 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 38,551 നെഗറ്റീവായി. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 111ആയി. 100-ൽ കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ളത് മലപ്പുറം 201, പാലക്കാട് 154, കൊല്ലം 150, എറണാകുളം 127, പത്തനംതിട്ട 126, കണ്ണൂർ 120, തൃശ്ശൂർ 113, കോഴിക്കോട് 107, കാസർഗോഡ് 102. ഇത്രയും ജില്ലകളാണ്. മെയ് 4 ശേഷം റിപ്പോർട്ട് ചെയ്ത 2,811 കേസുകളിൽ 2,545 പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ സംസ്ഥാനങ്ങളിൽ നിന്നോ വന്നവരാണ്. ജൂൺ 15 മുതൽ 22 വരെയുള്ള വിവരങ്ങൾ വിശകലനം ചെയ്താൽ ആകെ രോഗികളിൽ 95% പുറത്തു നിന്ന് കേരളത്തിൽ വന്നവരാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു കുടുംബത്തിലെ 4 പേർക്കുൾപ്പെടെ 8 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായി. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ആർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടമല്ലാത്ത അസിംറ്റമാറ്റിക് കേസുകൾ പലയിടത്തായി ഉണ്ടാകുന്നുണ്ട്. വിദഗ്ധർ പറയുന്നത് അതിൽ വലുതായി ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ്. കോവിഡ് പകർച്ചവ്യാധിയുടെ കാര്യത്തിൽ ലോകത്തെല്ലായിടത്തും 60% കേസുകളിലും രോഗലക്ഷണങ്ങൾ വളരെ ലഘുവോ അപ്രത്യക്ഷമോ ആണ്. 20% കേസുകളിൽ ലക്ഷണങ്ങൾ മിതമായ രീതിയിൽ കാണുന്നു. തീവ്രമായ തോതിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ബാക്കി വരുന്ന 20% ആളുകളിലാണ്. അവരിൽ 5%-ൽ താഴെ പേരെയാണ് ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. രോഗലക്ഷണങ്ങൾ പുറത്ത് കാണിക്കാത്തവരിൽ നിന്ന് രോഗപകർച്ചയ്ക്കുള്ള സാധ്യത താരതമ്യേന കുറവാണ് എന്നും പറയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇത് സാരമായ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. നാം ഇപ്പോൾ വീടിന് പുറത്തിറങ്ങുമ്പോഴാണ് മാസ്ക് ധരിക്കുന്നതും ശാരീരിക അകലം പാലിക്കുന്നതും. വീടുകളിൽ സാധാരണ പോലെയാണ്. അപ്പോൾ ഒരു കാര്യം, വൈറസ് ബാധിച്ച് രോഗലക്ഷണമില്ല, അങ്ങനെയുള്ളവർ വീട്ടിനകത്ത് പ്രായം ചെന്നവരിലേക്കും കുഞ്ഞുങ്ങളിലേക്കും രോഗം പടർത്താൻ സാധ്യതയുണ്ട്. ഇത് ഗൗരവമായി കാണണം. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ ഉള്ളതുപോലെ തന്നെയുള്ള
കരുതൽ വീട്ടിനകത്തും കുടുംബാംഗങ്ങളോട് ഇടപഴകുമ്പോഴും വേണ്ടതുണ്ട്. അതിലേറ്റവും പ്രത്യേകതയുള്ളത് വയോധികരും കുഞ്ഞുങ്ങളുമായി ഇടപെടുമ്പോഴാണ്. നമ്മളിൽ ആരും രോഗബാധിതരായേക്കാം എന്ന ധാരണയോടെയാണ് ഇടപെടേണ്ടത് എന്നർത്ഥം. ഇതിനേക്കാൾ കൂടുതൽ ഗൗരവതരമായ പ്രശ്നമാണ് രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ പറ്റാത്ത കേസുകൾ. അത് സമൂഹ വ്യാപനത്തിലേക്കുള്ള സൂചനയാണ്. ഇന്ത്യ മൊത്തമായി എടുത്താൽ ഉറവിടം കണ്ടെത്താനാകാത്ത കേസുകൾ 40%-ലധികമാണ്. കേരളത്തിലത് 2%-ലും താഴെയാണ്. ബാക്കി 98% കേസുകളിലും നമുക്ക് സോഴ്സ് കണ്ടെത്താനായിട്ടുണ്ട്. രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കൃത്യമായ ഇൻ്റർവെൻഷൻ പ്രോട്ടോക്കോൾ നാം പാലിക്കുന്നുണ്ട്. ഉറവിടം അറിയാതെ രോഗബാധയുണ്ടായ സ്ഥലങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുകയും സമൂഹ വ്യാപനത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം പ്രദേശങ്ങളെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി തിരിച്ച് സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നു. ഈ നടപടികളുടെ ഫലമായി ക്ലസ്റ്ററുകൾ ഉണ്ടാകുന്നതും അതുവഴി സമൂഹ വ്യാപനം സംഭവിക്കുന്നതും തടയാൻ ഇതേവരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനർത്ഥം സമൂഹ വ്യാപന ഭീഷണി ഒഴിഞ്ഞുപോയി എന്നല്ല. നാം കാണേണ്ടത് ഇവിടെ നമുക്ക് നിസ്സഹായരായി നിൽക്കാനാവില്ല. വ്യാപനത്തിൻ്റെ തോത് തടയാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടുകയാണ്. അതിൻ്റെ ഭാഗമായാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ ടെസ്റ്റ് നടത്തി രോഗബാധിതരെയും രോഗമില്ലാത്തവരെയും വേർതിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം നാം ഉയർത്തിയത്. പ്രധാനമന്ത്രിക്കുൾപ്പെടെ ഈ ആവശ്യം ഉന്നയിച്ച് സംസ്ഥാനം കത്തുകൾ എഴുതിയിരുന്നു. വിദേശ മന്ത്രാലയത്തിനും തുടർച്ചയായി കത്തെഴുതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ വിമാനയാത്രികരെ ടെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദേശ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിലെ മിഷനുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ വിദേശ മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്. UAE ആണ് റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തുന്നത്. ഖത്തറിൽ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ. കുവൈറ്റിൽ 2 ടെർമിനലുകൾ മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് ഉള്ളത്. അത് അവിടുത്തെ എയർലൈൻ കമ്പനികളുടെ ആവശ്യാനുസരണം കൂടുതൽ ടെർമിനലുകളിലേക്ക്
വ്യാപിപ്പിക്കാനാവും എന്നാണ് വിദേശ മന്ത്രാലയം അറിയിക്കുന്നത്. ടെസ്റ്റ് ഒന്നിന് ഏതാണ്ട് 1000 രൂപയാണ് ചെലവ് വരിക. ഒമാനിൽ RT-PCR ടെസ്റ്റുകൾ മാത്രമാണുള്ളത്. സ്വകാര്യ ആശുപത്രികളെ എംബസി സമീപിച്ചിട്ടുണ്ട്. എന്നാൽ ജൂൺ 25-ന് ഇത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സൗദിയിലും റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ചില സ്വകാര്യ ആശുപത്രികൾ നടത്തുന്നു. പക്ഷേ അത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. ബെറിനിൽ ഇതിന് പ്രയാസമുണ്ട് എന്നാണ് വിദേശ മന്ത്രാലയം അറിയിച്ചത്. വരുന്ന ആളുകളുടെ സുരക്ഷയിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനാവില്ല. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും നാട്ടിലെത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇപ്പോൾ നാം പറഞ്ഞിട്ടുള്ളത് ജൂൺ 25 മുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകളും സ്വകാര്യ ഫ്ലൈറ്റുകളും വരുമ്പോൾ യാത്രക്കാർ ടെസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ്. യാത്രക്കിടയിൽ രോഗപ്പകർച്ച ഉണ്ടാകാൻ പാടില്ല. ഈ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാനാകും എന്ന് കേന്ദ്ര ഗവൺമെൻറ്റുമായി ആലോചിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ റുട്ടീൻ സാമ്പിൾ, ഓഗ്മെൻറ്റഡ്, സെൻറ്റിനൽ, പൂൾഡ് സെൻറ്റിനൽ, സിബിനാറ്റ്, ട്രൂനാറ്റ് എന്നീ വിഭാഗങ്ങളിലായി 1,92,000 സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തോത് വർദ്ധിപ്പിക്കണമെന്നാണ് ആലോചിക്കുന്നത്. പരിശോധനാ കേന്ദ്രങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിക്കും. രോഗലക്ഷണമില്ലാത്തവരെ അടക്കം പരിശോധിച്ച് വൈറസ് വ്യാപനം തടയുകയാണ് ലക്ഷ്യം. കൂടുതൽ വിമാനങ്ങൾ എത്തുമ്പോൾ വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്ക് കൂടുതൽ ആളുകളെ നിയോഗിക്കും. സീനിയറായ IAS IPS ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളങ്ങളിൽ ഈ ക്രമീകരണത്തിൻ്റെ ഏകോപന ചുമതല നൽകും. തിരുവനന്തപുരം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപന നിരക്ക് ആപേക്ഷികമായി കൂടുതലാണ്. ഇവിടങ്ങളിൽ കർക്കശമായ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരത്ത് തുറന്നു പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് നിരത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. മാർക്കറ്റുകളിലും മാളുകളിലും സാധാരണ പോലെ ആൾക്കൂട്ടമുണ്ടാകുന്നു. കോവിഡ് ബാധിച്ച് അഭിനയിക്കാൻ പോയ ആളുകളും ഇവിടെ തന്നെയാണ്. പനിയുണ്ടായിട്ടും ചുറ്റിക്കറങ്ങി എന്നാണ് പറയുന്നത്.
ഇതൊക്കെ നാം അറിയാതെ നമുക്ക് ചുറ്റും രോഗം സഞ്ചരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നഗരത്തിൽ ശക്തമായ നിയന്ത്രണ നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓഫീസുകളിലെ പൊതുജന സന്ദർശനങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ഇത് വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ബാധകമാണ്. രോഗം ബാധിക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് അവരവരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്. ഓരോരുത്തരും അവരവരുടെ സംരക്ഷകരാവണം. പ്രതിരോധമാണ് പ്രധാനം. ബ്രേക്ക് ദ ചെയിൻ എന്നതിന് നിയന്ത്രണത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിയുക എന്നല്ല അർത്ഥം. രോഗവ്യാപനത്തിൻ്റെ ചങ്ങല കണ്ണികളാണ് പൊട്ടിച്ചെറിയേണ്ടത്. ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ നടപടിയെടുക്കും. അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് കൊടുക്കും. ലോക്ക്ഡൗണിൽ ഇളവ് വരുത്തിയപ്പോൾ ബ്യൂട്ടി പാർലറുകളൊക്കെ തുറന്നിട്ടുണ്ട്. എന്നാൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പല സ്ഥാപനങ്ങളിലും പാലിക്കുന്നില്ല എന്ന റിപ്പോർട്ടാണുള്ളത്. ഇവ പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകും. ഇളവ് തുടരണോ എന്നത് തന്നെ പുനരാലോചിക്കേണ്ടതായി വരും. സ്വയം കരുതലെടുക്കുന്നതാണ് നല്ലത്. ഇതെല്ലാ മേഖലകൾക്കും ബാധകമാണ്. ലോക്ക്ഡൗണിൽ ഇളവ് നൽകുക എന്നതിന് രോഗം ഇവിടുന്ന് പോയി എന്നല്ല അർത്ഥം. ബസ്സുകളിലെയും മറ്റ് വാഹനങ്ങളിലെയും ശാരീരിക അകലം പാലിക്കാതെയുള്ള യാത്രക്കെതിരെയും കർശന നടപടിയുണ്ടാകും. നമ്മുടെ സംസ്ഥാനത്ത് കടലാക്രമണം തീരദേശത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഇതിനായി 408 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്ന് 396 കോടി രൂപ ചെലവഴിക്കും. ഫിഷറീസ് വകുപ്പ് വഴി 82 കോടി രൂപ, ജലവിഭവ വകുപ്പിൻ്റെ 6 കോടി രൂപ ഇതാണ് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. കോവിഡ് ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ ടെൻഡർ വിളിച്ച് കരാർ വെച്ച പദ്ധതികളടക്കം വൈകുകയാണ്. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ മൺസൂൺ കാലത്തെ തീരദേശ സംരക്ഷണത്തിനുള്ള അടിയന്തര ഇടപെടലിനായി 10 ജില്ലകളിലെ കലക്ടർമാർക്ക് 2 കോടി രൂപ വീതം അനുവദിക്കും. ഈ അടിയന്തര സഹായം ഉടനെ കൈമാറും. കോവിഡ്-19 മഹാമാരി സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രദ്ധാപൂർവം നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി പദ്ധതികൾ ഇതിനോടകം നടപ്പാക്കി. അംഗനവാടി കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ വീട്ടിലെത്തിച്ചു നൽകി. ലോക്ക്ഡൗൺ കാലയളവിൽ റേഷൻ കടകളിലൂടെ
ഭക്ഷ്യവിതരണം ഉറപ്പുവരുത്താൻ സാധിച്ചു. കടകളിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീടുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു. ഇതിനു പുറമെ സൗജന്യ ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. ഇതിൻ്റെയെല്ലാം തുടർച്ചയായി ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകുന്ന പദ്ധതിയും നടപ്പാക്കാൻ പോവുകയാണ്. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അരിയും പലവ്യഞ്ജനവും അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്യും. ചെറുപയർ, കടല, തുവരപ്പരിപ്പ്, പഞ്ചസാര, കറി പൗഡറുകൾ, ആട്ട, ഉപ്പ്, ഇത്തരത്തിൽ 9 ഇനങ്ങളാണ് അരിക്ക് പുറമേ നൽകുന്നത്. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ 26 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. 81,37,00,000 രൂപ ഇതിനായി വകയിരുത്തി. ജൂലൈ ആദ്യവാരത്തോടെ കിറ്റുകൾ വിതരണം ചെയ്യും. ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങളില്ലാത്ത കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലുമായി 1311 ടിവിയും 123 സ്മാർട്ട് ഫോണുകളും വിതരണം ചെയ്തു. 48 ലാപ്ടോപ്പുകളും 146 കേബിൾ കണക്ഷനും നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടി വി വിതരണം ചെയ്തത് കണ്ണൂരിലാണ്, 176 എണ്ണം. ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ നൽകിയത് കൊച്ചി സിറ്റിയിലാണ്, 40 എണ്ണം. സ്പോൺസർമാരുടെയും താൽപ്പര്യമുള്ള മറ്റ് വ്യക്തികളുടെയും സഹായത്തോടെയാണ് ഇവ സംഭരിച്ച് നൽകിയത്. കോവിഡ് പ്രതിരോധത്തിന് പോലീസ് വളണ്ടിയർമാർ നൽകുന്ന സംഭാവന മാനിച്ച് എല്ലാ ജില്ലകളിലും അവരെ ആദരിക്കും. അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ് നൽകും. റോപ്പ്, റോട്ടറി പോലീസ് എൻഗേജ്മെൻറ്റ് എന്ന പേരിൽ പോലീസ് വളണ്ടിയർമാർക്ക് ധരിക്കാനായി ജാക്കറ്റുകൾ നൽകുന്ന പദ്ധതിയുമായി കേരളത്തിലെ റോട്ടറി ക്ലബ്ബുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. മാസ്ക് ധരിക്കാത്ത 4320 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 10 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്ഥാപനങ്ങളും വ്യക്തികളും നൽകുന്നുണ്ട്. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ, വിരമിച്ച എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ കൂട്ടായ്മ സാന്ത്വം 2ാം ഗഡു 15,25,000 രൂപ, കുമ്പളം ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം, വാട്ടർ അതോറിറ്റി കരാർ തൊഴിലാളി യൂണിയൻ CITU 2,55,820 രൂപ, ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് അസോസിയേഷൻ കേരള 2,10,000 രൂപ, CPIM കുന്നിക്കോട് ലോക്കൽ കമ്മിറ്റി 2,03,450 രൂപ, കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗം പ്രീത P. മേനോൻ 1,01,786 രൂപ, ചാത്തന്നൂർ MES കോളേജിലെ SFI യൂണിറ്റ് 1,66,182 രൂപ, യൂണിയൻ ബാങ്ക് റിട്ടയേർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 1,37,000 രൂപ, ESI പെൻഷനേഴ്സ് അസോസിയേഷൻ
1,00,000 രൂപ. കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് എംപ്ലോയീസ് യൂണിയൻ 1,50,000 രൂപ. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫാർമസി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന 1,01,000 രൂപ. ഹൗസ് സർജൻസ് അസോസിയേഷൻ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ കോളേജ് 1,00,000 രൂപ. ഇത്രയാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. ഇപ്പോൾ ഈ ട്രൂനാറ്റ് പരിശോധന നടക്കാത്ത സാഹചര്യത്തിൽ അതുവരെയുള്ളവർക്ക് വേണ്ടതാണോ, അല്ലെങ്കിൽ അത് പരിശോധനയുള്ള സംവിധാനങ്ങൾ വരുന്നവരെ പരിശോധന ഇല്ലാത്ത ആളുകളെ കൊണ്ടുവരാനാണ്? എന്താണ് അക്കാലത്തൊരു തീരുമാനം ഉണ്ടാകുന്നത്? ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടുകൂടി അവസാനിക്കുകയല്ല, തുറന്ന് ചർച്ചകൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തീരുമാനമെടുക്കും. അപ്പോൾ അറിയിക്കുക എന്താണെന്നുള്ളത്. അല്ല, ഞാനീ പറഞ്ഞതിൽ അതെല്ലാം അടങ്ങിയിട്ടില്ലേ? ആ ചർച്ച കഴിയട്ടെ, എന്നിട്ട് പറയാം. പ്രവാസികൾക്ക് മാത്രമായിട്ട് ഒരു നിയന്ത്രണത്തിന്റെ കാര്യമാണ്. കാരണം മഹാരാഷ്ട്ര, ചെന്നൈ അടക്കമുള്ള ആൾക്കാരിൽ കൂടുതൽ രോഗികളുണ്ടാകും. അവർക്ക് കൂടി ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നുണ്ട്. അല്ല, അവർ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് പല മാർഗങ്ങളിലൂടെ വരികയാണ്. അപ്പോൾ അവർ രോഗമില്ലാത്തവർ വരിക എന്നുള്ളതിനാണ് നമ്മളെപ്പോഴും താല്പര്യപ്പെടുന്നത്. പക്ഷെ അവർക്ക് വിവിധ മാർഗങ്ങളിലൂടെ വരാൻ കഴിയും. നമ്മൾ എത്ര വിചാരിച്ചാലും ചില മാർഗങ്ങളിലൂടെ അവർക്ക് എത്താൻ പറ്റും. ഈ പ്രവാസി പ്രശ്നം വീണ്ടും പ്രതിപക്ഷം സജീവമായി സമരത്തിലേക്ക് വന്നിട്ടുണ്ട്. അവർ പറയുന്ന അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. നേരത്തെ നമ്മൾ ട്രൂനാറ്റ് പറഞ്ഞു, ഇപ്പൊ പല രാജ്യങ്ങളും അത് ഇല്ല എന്ന് പറയുന്നു. ഇപ്പൊ അടുത്ത രീതിയിലേക്ക് പോകുന്നു. ഇത് വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത്. അവർ സമരത്തിലേക്കും നീങ്ങി കഴിഞ്ഞു. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അവർ എല്ലാവരും വരുമെന്നുള്ളത്. ആ വരാനുള്ള നടപടികളാണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വരുമ്പോൾ ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം. അതിനുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റത് പ്രത്യേകമായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉന്നയിക്കുന്ന വാദഗതികൾ മാത്രമാണ്. കേന്ദ്ര സർക്കാർ ഈ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം പറയുന്നില്ല. സംസ്ഥാന സർക്കാർ നിർബന്ധം പറഞ്ഞ കാരണങ്ങൾ നേരത്തെ പറഞ്ഞാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ അനുമതി കിട്ടാനുള്ള ഒരു പ്രശ്നത്തിന്റെ സാഹചര്യത്തിൽ നമ്മുടെ തീരുമാനം മാറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട നിലപാടിലേക്ക് പോകുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, പോസിറ്റീവ് രോഗികളെ മാത്രം കൊണ്ടുവരുന്ന പ്രത്യേക വിമാനം ഏർപ്പാടാക്കുന്നത് സംബന്ധിച്ച് തീരുമാനങ്ങളുണ്ട്. അല്ല, അതൊരു വേറൊരു വഴി മാത്രമാണ്. സാധാരണ നിലക്ക് രോഗികൾ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടില്ല, അവിടെ ചികിത്സിക്കാനല്ലേ നോക്കുക. അങ്ങനെ വരാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അത് മറ്റ് രോഗമില്ലാത്തവരുടെ കൂടെയാകരുതെന്നാണ് നമ്മൾ പറഞ്ഞ കാര്യം. അതും മറ്റതുമായിട്ട് കൂട്ടിക്കലർത്തേണ്ടതായിട്ടില്ല. ഈ തിരുവനന്തപുരത്തടക്കം രോഗബാധ കൂടുകയാണ്. സർക്കാർ ഓഫീസുകളിൽ ഗർഭിണികൾക്ക് ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഉത്തരവിറക്കി. 7 മാസത്തിന് മുകളിൽ ഗർഭാവസ്ഥയിലുള്ളവരാണ് സർക്കാർ ഓഫീസിലേക്ക് വരണം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരാണെങ്കിൽ പ്രഗ്നന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ 7 മാസത്തിന് മുമ്പുള്ള 5 മാസം 6 മാസമുള്ള ഗർഭിണികൾ ജോലിക്ക് എത്തണമെന്നാണോ? അത് രോഗം ബാധിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. രോഗം ബാധിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധിക്കാൻ സാധ്യതയുള്ളതാണല്ലോ. അതിനുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ കഴിയാവുന്നത്ര ഉറപ്പുവരുത്താൻ നോക്കുന്നത്, വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ. ഈ പറയുന്ന പ്രത്യേക പ്രശ്നം ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വിദഗ്ധ സമിതിയുമായി പരിശോധിക്കാം. ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പത്തിലുള്ളത് ഇപ്പോൾ ടെസ്റ്റിന്റെ സമയമുള്ള തീരുമാനമെടുക്കാൻ, പക്ഷേ ടെസ്റ്റ് വേണമെന്ന നിലപാടിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇക്കാര്യത്തിൽ ഉടൻ ഒരു ആ തീരുമാനത്തിൽ പിന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ കേന്ദ്രത്തിൽ നിർദ്ദേശം വരുമ്പോൾ? കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വ്യക്തമാക്കിയതിൽ ഒരു കാര്യം വ്യക്തമായല്ലോ. ഇപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്ത് യാതൊരു ടെസ്റ്റും നടക്കില്ല എന്നാണല്ലോ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് കേട്ടില്ലേ? കുവൈറ്റിൽ ടെസ്റ്റ് നടക്കുന്നുണ്ട്, അവിടെയുള്ളവർക്ക് മാത്രമാണ്. അത് മറ്റ് എയർലൈൻസുകളുടെ അപേക്ഷയുണ്ടായാൽ അവർക്കൊന്നും നൽകാൻ അവർ സന്നദ്ധമാണ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ചർച്ചയുടെ ഫലം എന്താണെന്നുള്ളത്. വരുന്നവർക്ക് മാത്രം മതിയോ പരിശോധന സർട്ടിഫിക്കറ്റ്, അതോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ സാധാരണഗതിയിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കണം. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
മിഷനിൽ വന്ദേ ഭാരത് മിഷനിൽ നിന്ന് അമേരിക്കയിൽ നിന്നുള്ള വിമാനങ്ങൾ ഇപ്പോൾ അവരെ ഒഴിവാക്കിയിരിക്കുകയാണ്. നേരത്തെ ഈ ജൂലൈ 1-നും 8-നൊക്കെ ചിക്കാഗോയിൽ നിന്നൊക്കെ കൊച്ചിയിലേക്ക് വിമാനം ചാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് കേന്ദ്ര സർക്കാർ അമേരിക്ക അങ്ങനെ അനുമതി നൽകുന്നില്ല എന്ന് പിന്മാറിയിരിക്കുകയാണ്. ധാരാളം ആളുകൾ അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കും മറ്റും ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ആശങ്കയിലാണ്. അപ്പോൾ അക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിയുമോ? ഇത് നേരത്തെ ഇടപെട്ട കാര്യമാണല്ലോ. നേരത്തെ ഇന്ത്യ ഗവൺമെൻറ് മറ്റ് പ്രധാന നഗരങ്ങളിൽ വിമാനം നേരിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടതാണ് അതങ്ങനെ വരുന്ന വിമാനം അത് ഇവിടത്തേക്ക് കൂടി നീട്ടണമെന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിലേക്ക് അത്തരം വിമാനങ്ങൾ ഇപ്പോൾ ബോംബെയോ ബാംഗ്ലൂരോ അങ്ങനെ ഏതെങ്കിലും പ്രധാന സിറ്റികളിലേക്ക് വരുന്ന വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കത്തയച്ച വിവരം ഞാൻ തന്നെ പറഞ്ഞതാണല്ലോ. അത് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒഴിവാക്കുന്നു. ഈ വന്ദേ ഭാരത് മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഒന്നും കേട്ടില്ല. വന്ദേ ഭാരത് മിഷനിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള വിമാനങ്ങൾ ഒഴിവാക്കുന്നു. അപ്പം അവിടെ അതേപറ്റിയാണ് ഇപ്പോൾ ചോദിച്ചത്. അതെ, അതിന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ വിമാനങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ബോംബെ ബാംഗ്ലൂർ മുതലായ നഗരങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ വിമാനങ്ങൾ കേരളത്തിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിൽ അവരുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്താൽ അതിനകത്ത് മലയാളികളായിട്ടുള്ളവർക്ക് വരാൻ സൗകര്യമാവും. അതാണ് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടത്. ആ കാര്യമാണ് ഞാൻ നേരത്തെ വ്യക്തമാക്കിയത്. സിഎം ആദ്യം പറഞ്ഞപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നവരുടെ കണക്ക് പറഞ്ഞു. ഇപ്പൊ 52 പേര് ഇതര സംസ്ഥാനത്ത് വന്നവരുടെ ഓരോ സംസ്ഥാനം തിരിച്ച് സിഎം പറഞ്ഞിരുന്നു. ഇതുപോലെ ഇപ്പൊ തമിഴ്നാട് അവരുടെ കണക്ക് പറയുമ്പോൾ അവർ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ നിന്നും അവിടേക്ക് ചെന്ന 60 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചായിട്ട് തമിഴ്നാട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ഇതുവരെയും ഇവിടെ പറഞ്ഞു കാണുന്നില്ല. അത് ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൃത്യമായ വിവരമില്ല, അതുകൊണ്ടാണ് പറയാത്തത്. സിഎം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കോവിഡിനിടയിൽ വലിയ വിവാദമുണ്ടായപ്പോൾ അങ്ങുൾപ്പെടെ ഇടപെട്ട് സംസാരിച്ചാണ് KPCC അധ്യക്ഷന്റെ ഒരു വിവാദ പരാമർശം. അതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തിരിച്ചു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് അങ്ങ് പല കാലങ്ങളായി ഉപയോഗിച്ച ചില പ്രയോഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതൊക്കെ ഇന്ന ദിവസം ഇത് ഇന്നയാൾക്ക് എന്നത് പറഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയത് അങ്ങാണ് കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ള രീതിയിലാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറഞ്ഞത്. മുല്ലപ്പള്ളി പറയുന്ന വലിയ രീതിയിൽ അത് അങ്ങ് ഒരു രാഷ്ട്രീയമായി അവതരിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം കൂടി ഇക്കാലത്ത് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഉന്നയിച്ചു. മുല്ലപ്പള്ളി പറഞ്ഞതിനോട് എന്താണ് നില എന്നുള്ളത് വ്യക്തമാക്കേണ്ടത്. അത് കോൺഗ്രസിൻ്റെ തന്നെ ശുദ്ധ വാക്കുകളാണെന്നല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. കോൺഗ്രസ് ആ രീതിയിൽ എത്തിയെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ തരത്തിൽ അവമാനകരമായ വാക്കുകൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് അതല്ലേ ആലോചിക്കേണ്ട കാര്യം. അതിനെല്ലാം അന്നേ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അന്നേ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇത്രയും പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രവാസി വിഷയം, വൈദ്യുതി ചാർജ് പ്രശ്നം, ഇതിലൊക്കെ സ്പ്രിംഗ്ലർ അടക്കമുള്ള വിവാദങ്ങൾ സജീവമായി ഉന്നയിക്കുമ്പോഴുള്ള അമർഷവും അതാണ് സിഎം ഇത്രയും പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള കാരണമെന്നാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ പറയുന്നത്. മലയാള മനോരമക്ക് അതായിരിക്കില്ലല്ലോ. ഇവിടെ വിവേകമുള്ള ഏതൊരാളും ഇത്തരം കാര്യങ്ങളെ അപലപിക്കാൻ തയ്യാറായിട്ടുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾക്ക് വക്കാലത്തെടുക്കാൻ നമ്മൾ തയ്യാറാകരുത് കേട്ടോ. സിഎം ശ്രദ്ധിക്കുന്നുണ്ടോ? സിഎമ്മിനെതിരെ സൈബർ സ്പേസിൽ സിഎം പറഞ്ഞ വാക്കുകൾ പണ്ട് മുതലേ ഓരോ രാഷ്ട്രീയ നേതാക്കൾ NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെ വിളിച്ച വാക്കുകൾ എടുത്തിട്ട് സൈബർ കോൺഗ്രസ് ആകട്ടെ സിഎമ്മിനെതിരെ വലിയ പടയൊരുക്കം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ സിഎം ഇക്കാര്യം വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ സിഎമ്മിന് മുല്ലപ്പള്ളിയെ വിമർശിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലെന്നാണ് അവർ ഉന്നയിക്കുന്ന വിമർശനം. ഞാൻ ഉന്നയിച്ച കാര്യം എന്താ? ഈ നാടാകെ ഒന്നിച്ചൊരു പോരാട്ടം നടത്തുന്നു. ആ ഒന്നിച്ച് നടത്തുന്ന പോരാട്ടം നമ്മുടെ നാട്ടിൻ്റെ ഒരു ദുരന്തത്തിനെതിരായിട്ടാണ്. ജനങ്ങളാകെ ഒന്നിച്ച് പോരാടുന്നു. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിയെ അതിൽ നിന്ന് വേർതിരിച്ച് നിർത്തി ആക്ഷേപിക്കുന്ന ഹീനമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുന്ന നില വന്നു. അങ്ങേയറ്റം അപഹസിക്കുന്ന നില വന്നു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതിനെയാണ് ഞാൻ വിമർശിച്ചത്. അതാണോ മറ്റുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്? നേരത്തെയുള്ള പദപ്രയോഗങ്ങൾ ഇത് തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും മോശമാണെന്നല്ലേ? എങ്ങനെ? അല്ല, നേരത്തെ പറഞ്ഞ പദപ്രയോഗങ്ങളും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. ഈ ഒരു സമയമായതുകൊണ്ടാണ് ഈ പ്രശ്നം. അങ്ങനെയാണോ? നേരത്തെ പറഞ്ഞ ഏത് പദപ്രയോഗമാണ് നിങ്ങൾ പറയുന്നത്?
ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന KPCCയുടെ പ്രസിഡന്റ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത്യന്തം ഹീനമായ കാര്യമാണെന്ന് നമ്മുടെ നാട്ടിലെ ചിന്തിക്കുന്നവരെല്ലാം പറയുന്നു. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം KPCC പ്രസിഡന്റിൻ്റെ വാക്കുകൾ കോൺഗ്രസിൻ്റെ വാക്കുകളാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതാണ് കോൺഗ്രസിൻ്റെ വാക്കുകൾ എന്ന രീതിയിൽ പറയുന്നു. അതിനെയാണോ നമ്മൾ അംഗീകരിക്കേണ്ടത്? അതല്ലേ കാണേണ്ടത്? സിനിമയുടെ ഒരു ചരിത്ര സിനിമയുമായി ബന്ധപ്പെട്ട് ചില കോലാഹലങ്ങൾ നടക്കുന്ന ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്ര സിനിമയാക്കാൻ ഒരുങ്ങുമ്പോൾ അതിനെതിരെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പലതരത്തിലുള്ള പോർവിളികളും മറ്റും നവമാധ്യമങ്ങളിലൂടെ മറ്റും നടക്കുന്നു. ഇത് എന്താണ് CM-ന്റെ അഭിപ്രായം? ശ്രദ്ധയപ്പെട്ടതാണോ? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ധീരമായ രീതിയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതിയ ഒരു പടനായകനാണ്. അത് ഈ വിവാദം എൻ്റെ ശ്രദ്ധയിലില്ല, പക്ഷെ അതൊരു പടനായകനാണ് എന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് കേരളം എല്ലാ കാലത്തും പോയിട്ടുള്ളത്. അതിനകത്ത് വേറെ വർഗീയ ചിന്തയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ കോവിഡിന്റെ ഈ ഒരു നേരത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നത് ഈ കോവിഡിൽ രാഷ്ട്രീയം കലർത്തുന്നത് സർക്കാരാണ്. ഇപ്പൊ പല അങ്ങ് നേരത്തെ പറയേണ്ട ചില സമരങ്ങളിൽ തിക്കി UDF നേതാക്കൾ വന്നു. അതിനൊരു മറുപടി പ്രതിപക്ഷ നേതാവ് പറയുന്നത് കുഞ്ഞനന്ദന്റെ സംസ്കാര ചടങ്ങിൽ 2000-ഓളം പേർ പങ്കെടുത്തു, അതിനെ അപലപിച്ചില്ല, അതിൽ കേസ് ഉണ്ടാവില്ല. ഇതിലൊക്കെ ഈ കോവിഡ് കാലത്തെ കേസുകൾക്കൊക്കെ തന്നെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രമാണ്, അവരുടെ പാർട്ടിക്കെതിരെ മാത്രമാണ് എന്നൊരു ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുന്നത്. അതിപ്പോൾ ഇന്നലെയോ മെനയാന്നോ മറ്റോ ഒരു ഫാദർ കിണറ്റിൽ വീണ് മരിച്ചില്ലേ? അപ്പോൾ അവിടെ ധാരാളം ആളുകൾ ചെന്ന് ചാടുന്ന നിലയുണ്ടായല്ലോ, ചെന്ന് കാണുന്ന നിലയുണ്ടായല്ലോ. ഇത്തരം ഘട്ടങ്ങളിൽ ആളുകൾ കൂടാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമനുസരിച്ച്, നേരത്തെയുള്ള ശീലമനുസരിച്ച് മരണപ്പെട്ടു എന്നൊക്കെ കേട്ടാൽ എല്ലാവരും അവിടെ ഓടിയെത്തുന്നൊരു നിലയുണ്ട്. കഴിയാവുന്നത്ര ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പൊതു അഭ്യർത്ഥനയായിട്ട് എല്ലാ കാലത്തും നമ്മൾ പറയുന്നതാണ്. അതും ഇതും ഒന്നാണോ? നിങ്ങളൊരു മരണസ്ഥലത്ത് പോയിട്ടുള്ള ഒരു സംഭവത്തെ ഈ നേതാക്കന്മാരായിട്ടുള്ളവർ ഇങ്ങനെ തിക്കി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്, അതാണോ അനുകരണീയമായ മാതൃക? അതല്ലേ ഒഴിവാക്കേണ്ടത്? ഈ സ്പ്രിംഗ്ലർ, പമ്പെന്ന മണലെടുപ്പ് തുടങ്ങി ഈ കോവിഡ് കാലത്ത് സർക്കാർ കൊള്ള നടത്തുന്നുവെന്നും അതിനെല്ലാം തടയിട്ടത് പ്രതിപക്ഷമാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതെല്ലാം എത്രയോ തവണ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെയും അത് ചർച്ച ചെയ്യണം എന്ന് എന്തുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നാം കാണേണ്ടത് സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഏർപ്പാടുകൾ വന്നത് നമ്മുടെ നാട്ടിൽ ഒരു മഹാദുരന്തത്തെ നേരിടാൻ ആവശ്യമായ ഡാറ്റാ ശേഖരണം വേണം. അത് കൃത്യമായി നടപ്പാക്കാൻ പറ്റണം. നമ്മൾ എവിടത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായാണ് കാര്യങ്ങൾ നടന്നത്. അതാണ് നമ്മൾ വേർതിരിച്ചറിയേണ്ടത്. പമ്പയിലെ മണലെന്ന് പറയുന്നത് അവിടെ നിന്ന് എടുക്കേണ്ടതാണ് എന്ന് എല്ലാ കാലത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമാണ് അവിടെ മണലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതെടുക്കാത്തതായിരുന്നു വിമർശനമായിട്ട് നേരത്തെ വന്നത്. അപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി നൽകി. ഏത് രീതിയിലാണ് ഭൂമി ഏറ്റെടുക്കുന്നത്? അവർക്ക് എത്ര തുക നൽകാനുള്ള തീരുമാനമുണ്ടോ? അതെങ്ങനെയാണ് അതിന്റെ കാര്യം? അതിൻ്റെ നടപടിക്രമങ്ങൾ വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. നടപടിക്രമങ്ങൾ വരണ്ടേ? ഇതിൻ്റെ ഒരു പൊതുവിൽ എന്താണ് സമീപനമെന്ന് വ്യക്തമാക്കിയതല്ലേ ഉള്ളൂ. മറ്റ് നടപടിക്രമങ്ങൾ വരുമല്ലോ. പണം കൊടുത്താണോ? കാരണം പണം കൊടുക്കുന്നതിന്റെ അഴിമതി എന്ന് പറയുന്നത് VM സുധീരന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ സാങ്കേതികമായി ഏറ്റവും സുരക്ഷിതമായ മാർഗത്തിലൂടെ മാത്രമേ എടുക്കൂ. അതിനെപ്പറ്റി ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. ആരോഗ്യമന്ത്രി എന്ന UN ആദരിക്കുന്നുണ്ട്. CM-ന്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അത്തരമൊരു UN ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അവരിന്ന് ഈ പരിപാടി ഇപ്പോൾ ഇല്ലാത്തത്. ആ പരിപാടി ഒരു വെബിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇല്ലാത്തത്. അതിനെപ്പറ്റി പ്രതിപക്ഷം ഈ കാലത്ത് കോവിഡ് കാലം ഒരു സുവർണാവസരമാക്കി നടത്തുന്ന വൻകൊള്ള അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് പ്രതിപക്ഷത്തോടുള്ള അമർഷം എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. അത് അവരവർ പഠിച്ചതല്ലേ അവരവർക്ക് പാടാൻ പറ്റൂ. ഇതുപോലൊരു അവസരം കിട്ടിയിട്ട് എന്തൊരു തരത്തിലായിരുന്നു ഞങ്ങൾ പെരുമാറുക എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയേ ചിന്തിക്കാൻ പറ്റൂ. ഞങ്ങൾ പഠിച്ചത് ആ കളരിയിൽ നിന്നല്ല. ഞങ്ങൾ പഠിച്ചത് കോവിഡ് ദുരന്തം എന്നത് ദുരന്തമാണ്, നമ്മുടെ നാട്ടിലെ മനുഷ്യരെയാകെ ബാധിക്കുന്ന ഒന്നാണ്. ആരും അതിനിരയാകാതിരിക്കണം. കഴിയാവുന്നത്ര ആളുകളെ എല്ലാം രക്ഷിക്കാനാവണം. അതിന് നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണം. അതിനുതകുന്ന നടപടികളാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെവിടെയും കൊള്ളയുടെ ഒരു ഭാഗമില്ല. അവരവർ പഠിച്ച കാര്യങ്ങൾ അവരവർ പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
മുഖ്യമന്ത്രി സൈബർ ഗുണ്ടയുടെ നിലവാരത്തിലേക്ക് തരം താഴരുത് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. അതിനെന്താ ഞാൻ പറയേണ്ടത്? ഞാൻ എന്ത് മറുപടി പറയണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പറയുന്ന ആളുകൾ ചിന്തിച്ചോളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളും ആലോചിക്കണം എന്തൊക്കെ പറയണം എന്നുള്ളത്. ശരി, നമുക്കിവിടെ നിർത്താം.